വിശദമായി നോക്കാം. വോട്ട് കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്താണ് സമ്മേളനം. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ട് തട്ടിപ്പ് ഉൾപ്പെടെ പുറത്തുവിടുമെന്ന് സൂചന. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, വീണ്ടും ബിജെപിയെ പ്രതിരോധത്തിലാക്കുകയാണോ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം? ഏതൊക്കെ മണ്ഡലങ്ങളിലെ വോട്ടുകളുടെ വിവരങ്ങളാകും പുറത്തുവിടുക? ദിവ്യ, നാളെ രാവിലെ 10 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുക. ഡൽഹിയിലെ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനത്തായിരിക്കും വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനായിട്ട് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വാർത്താ സമ്മേളനം ഇന്ന് നടത്താനായി നിശ്ചയിച്ചിരുന്നതായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ ജന്മദിനമായിരുന്നു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ ഉൾപ്പെടെ നടന്ന വോട്ടുകൊള്ളയുടെ വിവരങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി പുറത്തുവിടുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രാഹുൽ ഗാന്ധി ആദ്യം നടത്തിയ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ അതിന്റെ ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനിടയിലാണ് വോട്ടുകൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നത്. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വിവരങ്ങളായിരിക്കും പുറത്തുവിടുകയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വാരണാസി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ തെളിവുകളായിരിക്കും നാളെ രാഹുൽ ഗാന്ധി പുറത്തുവിടുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ പുറത്തുവരികയെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ നടന്ന വാർത്താ സമ്മേളനത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ വീഡിയോ പ്രസന്റേഷൻ ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുക. എന്തായാലും മാധ്യമപ്രവർത്തകരോട് 10 മണിക്ക് തന്നെ ACCയുടെ പുതിയ ആസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നാളെ രാവിലെ 10 മണിക്ക് തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. വോട്ടധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ ബോംബ് പൊട്ടാനുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ന്യൂക്ലിയർ ബോംബ് ആയിരിക്കും പൊട്ടുക എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ബോംബായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നാളെ രാവിലെ 10 മണിക്ക് പൊട്ടിക്കുക എന്നാണ് നിലവിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രിയുടെ മണ്ഡലം കൂടാതെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലെ വോട്ട് വിവരങ്ങൾ കൂടി നാളെ പുറത്തു വന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള വോട്ട് തട്ടിപ്പുകൾ നടന്നതായിട്ട് രാഹുൽ ഗാന്ധി ആദ്യം നടന്ന വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ തവണ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് നാളെ നടക്കുന്ന വാർത്താ സമ്മേളനം നിർണായകമാണ്. നിർണായകമായിട്ടുള്ള വാർത്താ സമ്മേളനമാണ് രാവിലെ 10 മണിക്ക് ചേരുക. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ചിലപ്പോൾ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുക. അതുകൊണ്ട് തന്നെ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ള ഒരു ആലോചന കൂടി ഒരുപക്ഷെ BJPയുടെ ഭാഗത്തുനിന്നുകൊണ്ട് എന്തായാലും രാജ്യം ഉറ്റുനോക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നാളത്തെ വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്കാണ്. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയുടെ വിവരങ്ങളടക്കം പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് തൗഫീഖ് അസ്ലം നൽകിയത്.